ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ പുതിയ ചിത്രമായ, അതായത് റിലീസിന് കാത്തിരിക്കുന്ന ബസൂക്ക എന്ന ചിത്രത്തിനെ കുറിച്ചാണ്. ബസൂക്ക എന്ന ചിത്രം എന്തിനാണ് ഭയപ്പെടുന്നത് റിലീസിന്? കാരണം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം, ബസൂക്ക എന്ന ചിത്രം ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇത്രയും മുമ്പേ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയായി എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സും കഴിഞ്ഞ് ട്രെയിലറും പുറത്തുവിട്ട ബസൂക്ക എന്തുകൊണ്ട് റിലീസ് വൈകുന്നു? എന്തിനാണ് ഭയക്കുന്നത്? കാരണം വലിയ വലിയ റിലീസുകളെ ഭയന്നാണ് ബസൂക്ക റിലീസ് മാറ്റി മാറ്റി വയ്ക്കുന്നത് എന്നൊരു കിംവദന്തി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കങ്കുവയെ പേടിച്ചു, അടുത്ത ബറോസ് വരുന്നു, ബറോസിനെ പേടി. അതുപോലുള്ള വലിയ വലിയ ചിത്രങ്ങൾ വരുമ്പോൾ അതിൻ്റെയോടൊപ്പം ക്ലാഷ് റിലീസ് വെച്ച് തകർന്നു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടോ ബസൂക്കയ്ക്ക് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വെളിയിൽ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ബസൂക്ക എന്ന ചിത്രം നമ്മുടെ ഡെന്നിസ് ജോസഫ് സാറിൻ്റെ മകനായ കല്ലൂർ ഡെന്നിസ് ജോസഫിൻ്റെ മകനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പം ഈ സിനിമ ഒരു ഗെയിം ത്രില്ലറാണ്, മൈൻഡ് ത്രില്ലറാണെന്നൊക്കെയാണ് നമുക്ക് വെളിയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയൊരു മലയാളികൾ കണ്ടിട്ടില്ലാത്ത തരം ഒരു സിനിമ ആയിരിക്കും എന്നൊക്കെ ഒരു കിംവദന്തി ഉണ്ട്. നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുള്ള എവിടെയെന്ന് വെച്ചാൽ CBI 5 എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ കേട്ടതാണ് ബാസ്ക്കറ്റ് കില്ലിങ്, മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊലപാതക രീതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പടം വിജയിച്ചുവെങ്കിലും എങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. ഇതൊരു പ്രത്യേകതരം മൈൻഡ് ത്രില്ലറാണ്, ഗെയിം ത്രില്ലറാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ബസൂക്ക എന്ന ചിത്രം എങ്ങനെയാണ് വരേണ്ടതെന്ന്. പക്ഷേ സിനിമയുടെ ട്രെയിലറൊക്കെ അതിഗംഭീരമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ബാക്കിയുള്ള സിനിമ, ഈ പൊട്ടുന്ന സിനിമക്കൊക്കെ ട്രെയിലർ വൻ ട്രെയിലറായിരിക്കും എന്നൊക്കെയും പറയുന്നുണ്ട് വെളിയിൽ. പിന്നെ എനിക്ക് ബസൂക്കയിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ട്രെയിലറാണ് അതിൽ 100% പ്രതീക്ഷ തരുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇത്രയും നല്ല കോസ്റ്റ് ആയിട്ടുണ്ട് സിനിമയ്ക്ക്. നമുക്ക് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ പൈസ മുടക്കിയെടുത്ത സിനിമയാണ്. അപ്പോൾ അതിലൊരു ഒരു ചെറിയൊരു തകർച്ച വന്നാൽ പോലും അത് നന്നായിട്ട് അതിൻ്റെ കളക്ഷനെയും ബാക്കിയുള്ള കാര്യത്തിനെയും ബാധിക്കും. ക്ലാഷ് റിലീസ് വെച്ച് കഴിഞ്ഞാലും കളക്ഷനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ സേഫ് ആയിട്ടുള്ള റിലീസ് കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. റിലീസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ട്രെയിലറൊക്കെ എങ്ങനെയാണോ അവർ കട്ട് ചെയ്ത് പൊളിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ സിനിമ എങ്ങനെ ആയിരിക്കണം എന്നത് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കി കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ മോഹൻലാലിൻ്റെ സിനിമകൾ നമുക്കിപ്പം കുറേ ഇത് വിട്ടായിരുന്നു. ഓരോ റിലീസ് ഡേറ്റുകൾ അനുസരിച്ച് തന്നെ അടുത്ത വർഷത്തെ റിലീസ് ഡേറ്റ്, ഓരോ സിനിമയുടെ റിലീസ് ഡേറ്റ് അനുസരിച്ച് അവർ വിട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ പ്ലാൻ ചെയ്ത് അത് ആ റിലീസുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ മാത്രമേ ബസൂക്കയ്ക്ക് ഇനി റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, മമ്മൂട്ടി മോഹൻലാലിനെ പേടിച്ചു എന്നല്ല അതിനർത്ഥം. ഒരു ക്ലാഷ് റിലീസ് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും രണ്ട് സിനിമയ്ക്കും നേട്ടം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ രണ്ട് സിനിമ ഒരുമിച്ച് സിനിമ പിടിയിൽ ഇറങ്ങി, ഏതാണ് ഏറ്റവും മികച്ചതെന്ന് നോക്കി നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സിനിമയ്ക്ക് മാത്രം പോകുന്ന ആൾക്കാരാണ്. ഒരു സിനിമയിൽ ടിക്കറ്റ് എടുക്കാനേ പൈസ ഉള്ളൂവെങ്കിൽ അവർ ഏറ്റവും മികച്ച ഒരെണ്ണത്തിനെ എടുക്കുകയുള്ളൂ, മറ്റേതിനെ തഴയും. അതുകൊണ്ട് ക്ലാഷ് റിലീസ് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്കിപ്പോൾ വിശ്വസിക്കുന്നത്, എല്ലാവരും ഇപ്പോൾ നല്ല കങ്കുവയൊക്കെ നല്ല സിനിമയെന്ന് പറഞ്ഞാൽ അവരിറക്കിയത്, പക്ഷേ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തില്ല. അതുപോലെ ഏറ്റെടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതൊരു ക്ലാഷ് റിലീസ് വെച്ച് അത് വലിയൊരു നഷ്ടമാക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കും ചിലപ്പം അവർ സിനിമ റിലീസ് മാറ്റി വയ്ക്കുന്നത്. എന്തായാലും നമുക്ക് സിനിമ കണ്ടിട്ട് സിനിമ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. അല്ലാതെ നമുക്ക് മുൻവിധിയൊന്നും നമുക്ക് വേണ്ട സിനിമയെക്കുറിച്ച്. ഓക്കെ.